ജയശ്രീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഗേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ വിഘ്നേഷാണ് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ കണ്ടത് ഓട്ടോമാറ്റിക് സ്വിംഗ് ഗേറ്റ് ആണ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഗേറ്റ് ആണ്. സ്വിംഗ് ഗേറ്റിനെയും കാട്ട് ചിലവ് കുറച്ച് നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അഡീഷണൽ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ആ അഡീഷണൽ ഫീച്ചേഴ്സും എങ്ങനെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഈ ഗേറ്റ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ലോകത്ത് എവിടെ ഇരുന്നിട്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾക്ക് എന്തിനാ ലോകത്ത് എവിടെ നിന്നിട്ടും ഗേറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യേണ്ട ആവശ്യം വന്നാലോ നമുക്ക് ഒരു കോൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് CCTV ക്യാമറ ഉപയോഗിച്ചിട്ട് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുകയും അതേപോലെ ആൾ പോയ ശേഷം നമുക്കത് തിരിച്ച് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു വീട് പണി നടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ വീട്ടിൽ ആരുമില്ല, ഗേറ്റ് അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ ഡ്രൈവർ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പുറം രാജ്യത്തോ വേറെ എവിടെയെങ്കിലും പുറത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കോൾ ലഭിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഗേറ്റ് തുറന്നു കൊടുക്കുകയും അതേ സമയത്ത് വർക്ക് തീർന്ന ശേഷം അവർ പോയ ശേഷം നമുക്ക് തന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഗേറ്റ് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ ഉള്ള 3 അംഗങ്ങളും പുറം രാജ്യത്താണ് ഉള്ളത്. അവർക്ക് CCTV ക്യാമറ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ വീട്ടിൽ ആരാ വന്നതെന്നും ആരാ പോയെന്നും അറിയാൻ പറ്റും. അതേപോലെ തന്നെ 3 പേർക്കും അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ അവരുടെ ഫോണുകളിൽ നിന്നും ഗേറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഈ ഗേറ്റ് ക്ലോസ് ചെയ്യണതും ഓപ്പൺ ചെയ്യുന്നതെന്നും കാണിക്കാം. യഥാർത്ഥത്തിൽ സ്വിംഗ് ഗേറ്റിനെയും കാട്ടും ചിലവ് ചുരുക്കി നമുക്ക് സ്ലൈഡിംഗ് ഗേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതേപോലെ വർക്ക് ചെയ്യാനും സിമ്പിളാണ്. ഈ സ്ലൈഡിംഗ് ഗേറ്റ് മൂവ് ചെയ്യാനായിട്ട് ഒരു അയൺ റോഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി മോട്ടർ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സ്ലൈഡിംഗ് ഗേറ്റിന് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടർ. ഇതാണ് നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഗിയർ ട്രാക്ക്. ഇതൊരു നൈലോൺ മെറ്റീരിയലാണ്. ഇതിൽ നമുക്ക് കുറേ ഗിയർ ടീത്തുകൾ കാണാം. മോട്ടറിലുള്ള ഗിയർ വീൽ തിരിയുമ്പോൾ ഈ ടീത്തുമായിട്ട് മെഷ് ചെയ്തിട്ടാണ് നമ്മുടെ ഗേറ്റിന് ഫോർവേഡും ബാക്ക്വേർഡും ഉള്ള മൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇതിൽ ഈ കാണുന്ന ഹോൾസ് ആണ് നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റിലോട്ട് റിവെറ്റ് ചെയ്തിട്ട് ഫിക്സഡ് ആക്കി വയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. ഈ ഗിയർ ട്രാക്ക് നമ്മൾ നൈലോൺ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ കാരണം നമ്മൾ മെറ്റൽ ട്രാക്ക് ആണ് യൂസ് ചെയ്യണമെങ്കിൽ കാലക്രമേണ റസ്റ്റിങ്ങും അതേപോലെ തന്നെ മോട്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൗണ്ടും ഉണ്ടാവാറുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു നൈലോൺ മെറ്റീരിയൽ യൂസ് ചെയ്യണത്. ഇതാണ് ലിമിറ്റർ, ഇതിന് സ്റ്റോപ്പർ എന്നും പറയും. നമ്മുടെ മോട്ടറിൽ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട്. നമ്മൾ ആ ലിമിറ്റ് സ്വിച്ച് ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഗേറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഈ ലിമിറ്റർ നമ്മൾ നേരത്തെ കാണിച്ച ഗിയർ ട്രാക്കിൽ 2 എൻഡിലായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ലിമിറ്റർ ഉള്ള ഒരു പോയിൻ്റ് എവിടെ ഈ ലിമിറ്റ് സ്വിച്ചുമായിട്ട് ടച്ച് ചെയ്യണോ അവിടെ ഗേറ്റ് സ്റ്റോപ്പ് ആവും. അതേപോലെ ഈ ലിമിറ്റ് സ്വിച്ചിനെ വിട്ട് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ സ്ലൈഡിംഗ് ഗേറ്റിന് യൂസ് ചെയ്യണ മോട്ടർ. ഇതാണ് നമ്മുടെ ഗിയർ ട്രാക്ക് മൂവ് ചെയ്യേണ്ട ഗിയർ വീല്. ഇതാണ് ലിമിറ്റ് സ്വിച്ച്. നേരത്തെ പറഞ്ഞ ലിമിറ്റർ ഈ ഒരു ലിമിറ്റ് സ്വിച്ചിൽ വന്ന് ടച്ച് ആകുമ്പോഴാണ് മോട്ടർ സ്റ്റോപ്പ് ആവുന്നതും ഈ ലിമിറ്റ് സ്വിച്ചിൽ നിന്നും വിടുമ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. ഈ ഗിയർ ട്രാക്ക് ഈ ഗിയർ വീലുമായിട്ട് മെഷായിട്ട് ഇരിക്കുമ്പോൾ ഗിയർ വീല് തിരിയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഗിയർ ട്രാക്ക് മൂവ് ചെയ്തിട്ട് ഗേറ്റിനെ ഫ്രണ്ടിക്കും ബാക്കിക്കും പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നമുക്കിനി മോട്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോട്ടറിൻ്റെ കേസിങ്ങിൻ്റെ ഉള്ളിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ മോട്ടറുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ഗിയർ വീലും ലിമിറ്റ് സ്വിച്ചും ആണുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു PCB ബോർഡ്, കൺട്രോൾ ബോർഡാണ് വരുന്നത്. ആ PCB കൺട്രോൾ ബോർഡാണ് എവിടെ മോട്ടർ സ്റ്റോപ്പ് ആവണം, എവിടെ ഓപ്പൺ ചെയ്യണം, പിന്നെ നമ്മൾ റിമോട്ടും സ്വിച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻസർ മൊത്തം ഈ ഒരു ബോർഡിലാണ് വരുന്നത്. ഇതിൻ്റെ താഴെ നമുക്കൊരു ലോക്ക് കാണാം. ഈ ലോക്ക് യൂസ് ചെയ്തിട്ടാണ് മോട്ടർ എങ്ങാനും ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ഗേറ്റ് തുറക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോട്ടർ ഫ്രീ ആക്കുന്നത്. ഈ ലിമിറ്റ് സ്വിച്ച് ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ലിമിറ്റ് സ്വിച്ചിൽ നിന്നും വിടുകയും അതേപോലെ തന്നെ മോട്ടർ ഫുള്ളായിട്ട് നമ്മൾ ഗേറ്റിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ എൻഡിൽ വരുന്ന ലിമിറ്റർ. നമ്മൾ മോട്ടർ ഫുള്ളായിട്ട് റണ്ണായ ശേഷം ഈ നേരത്തെ കാണിച്ച ലിമിറ്റ് സ്വിച്ച് ഈ ലിമിറ്ററുമായിട്ട് ടച്ച് ആകുമ്പോഴാണ് ഗേറ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് സ്റ്റോപ്പ് ആവുന്നത്. ഇപ്പം നമ്മുടെ ഗേറ്റ് ക്ലോസ് പൊസിഷനിലാണ്. ഈ ലിമിറ്റ് സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗേറ്റ് ഓഫ് ആവണമെന്നും അതേപോലെ ലിമിറ്റ് സ്വിച്ചിന് വിടുമ്പോൾ എങ്ങനെയാണ് ഗേറ്റ് ഓൺ ആവണമെന്നുള്ളതും നമുക്ക് കാണാം. ഇപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ലിമിറ്റ് സ്വിച്ചിൽ നിന്നും വിട്ടു, അപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ലിമിറ്റർ വന്നിട്ട് ലിമിറ്റ് സ്വിച്ചുമായിട്ട് ടച്ച് ആകുമ്പോഴാണ് ഗേറ്റ് ഓഫ് പൊസിഷനിലേക്ക് വരുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന വീല് നൈലോൺ വീലാണ്. റസ്റ്റിങ്ങും അതേപോലെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ നൈലോൺ വീല് യൂസ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നോയ്സ് ഉണ്ടാവാണ്ടിരിക്കാനും അതേപോലെ ബാലൻസ് ചെയ്യാനുമാണ് നമ്മൾ നൈലോൺ റോളർ യൂസ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലോസിങ് സമയത്തായാലും ഓപ്പണിംഗ് സമയത്തായാലും ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. ഗേറ്റ് ഓപ്പറേഷൻ സമയത്ത് പുറമേ വരുന്നവർക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്ന് സൂചിപ്പിക്കാനാണ് ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് ബ്ലിങ്കറാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഓപ്പറേഷൻ്റെ സമയത്ത് ആരെങ്കിലും നടന്ന് ഗേറ്റിലൂടെ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ അതിലൂടെ പാസ് ചെയ്യുകയോ അത് മുഖാന്തരം അപകടങ്ങൾ തടയാനുമാണ് നമ്മൾ ഇവിടെ 2 സെൻസറുകൾ വെച്ചിരിക്കുന്നത്. ഇതൊരു ഫോട്ടോ സെൽ സെൻസറാണ്. ഇതിൽ ഒരു സൈഡിൽ വരുന്നത് ട്രാൻസ്മിറ്ററും മറ്റേ സൈഡിൽ വരുന്നത് റിസീവറുമാണ്. ഇതിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റിലൂടെ ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗേറ്റ് ഓപ്പറേഷൻ്റെ സമയത്ത് സ്റ്റോപ്പ് ആവുകയും അതേപോലെ റിട്ടേൺ പോകാനും ഈ സെൻസേഴ്സ് സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഫോട്ടോ സെൽ സെൻസേഴ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോൾ പ്രാക്ടിക്കലി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഗേറ്റ് ക്ലോസ് ചെയ്യാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ നമ്മുടെ 2 ഫോട്ടോ സെൽ സെൻസേഴ്സും ആക്റ്റീവാണ്. ഗേറ്റ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനിപ്പോൾ ഈ ലൈൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് റിട്ടേൺ പോകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് സ്റ്റോപ്പ് ആവുകയും അതേപോലെ റിട്ടേൺ പോവുകയും ചെയ്തു. ഇതൊരു സേഫ്റ്റി ഫീച്ചറായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ലൈറ്റ് ബ്ലിങ്കറും അതേപോലെ ഫോട്ടോ സെൽ സെൻസേഴ്സും ലിമിറ്റ് സ്വിച്ചിൻ്റെ സെൻസറും എല്ലാം നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡിലാണ് നമ്മൾ കണക്ഷൻസൊക്കെ കൊടുത്തിരിക്കുന്നത്.
സ്ലൈഡിംഗ് മോട്ടർ യൂസ് ചെയ്യുന്ന എല്ലാ PCBയിലും ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ മോട്ടറിൻ്റെ കൂടെ 2 റിമോട്ടും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ടും അതേപോലെ അവർ തന്ന റിമോട്ട് ഉപയോഗിച്ചിട്ടും മാനുവൽ സ്വിച്ച് ഉപയോഗിച്ചിട്ടും നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. റിമോട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്രോക്സിമേറ്റ് ഒരു 100 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റിമോട്ട് പ്രവർത്തിപ്പിച്ച് ഗേറ്റ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. റിമോട്ടിൽ 2 സ്വിച്ചാണുള്ളത്. ഒന്ന് ഓപ്പണിങ്ങും ഒന്ന് ക്ലോസിങ് സ്വിച്ചാണുള്ളത്. ഞാനിപ്പോൾ ക്ലോസിങ് സ്വിച്ചാണ് അമർത്താൻ പോണത്. ഇനി റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സ്ലൈഡിംഗ് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ കാണാം. മൊബൈൽ വെച്ച് ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്മാർട്ട് ലൈഫ് എന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ലോകത്തെ എവിടെ ഇരുന്നിട്ടും നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ പൊസിഷനിലാണുള്ളത്. ഞാനിപ്പോൾ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ നമുക്കൊരു ആനിമേഷൻ കാണാം. ഇപ്പോൾ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി നമുക്ക് ഗേറ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ സ്വിച്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗേറ്റ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചിട്ടും അതേപോലെ ഫോണിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്വിച്ച് അമർത്തി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് ക്ലോസിങ് സ്റ്റേജിലാണുള്ളത്. ഈ ക്ലോസിങ് സ്റ്റേജിൽ ആരെങ്കിലും ഈ ഗേറ്റ് മുറിച്ച് കടക്കാനോ പാസ് ചെയ്യാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഗേറ്റ് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ളവർക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മാനുവൽ സ്വിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ സ്വിച്ചിൻ്റെ കണക്ഷനും നമ്മൾ ഡയറക്റ്റ് സ്ലൈഡിംഗ് ഗേറ്റ് മോട്ടറിൻ്റെ ബോർഡിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിലവർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇപ്പോൾ ഇൻ കേസ് മോട്ടർ ഇലക്ട്രിസിറ്റി ഫോൾട്ട് വരികയോ അല്ലെങ്കിൽ മോട്ടർ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യും എന്നുള്ളത്. അതിന് നമുക്ക് ഈ ഗേറ്റിൻ്റെ മോട്ടറിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കീ തരുന്നുണ്ട്. ഈ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് മോട്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് മാനുവലിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ കീ യൂസ് ചെയ്ത് മോട്ടറിനെ മാനുവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് ഫുള്ളി നമുക്ക് കൈ കൊണ്ട് തന്നെ നീക്കി ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് മോട്ടറിനെ എങ്ങനെ മാനുവലായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഈ കീ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ കീ യൂസ് ചെയ്ത് ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡയൽ കാണാം. ഈ ഡയൽ നമ്മൾ ഫുള്ളി തിരിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടർ ഗേറ്റുമായിട്ട് ഫുള്ളി റിലീസാണ്. അപ്പോൾ നമുക്ക് ഗേറ്റ് ഫുള്ളി ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഗേറ്റ് മാനുവലായിട്ട് കൈയും കൊണ്ട് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഗേറ്റ് ഫുള്ളായിട്ട് അടച്ച ശേഷം നമുക്ക് മാനുവലായിട്ട് ഈ ലോക്ക് യൂസ് ചെയ്ത് ഗേറ്റ് സെക്യൂറായി ലോക്ക് ചെയ്യാവുന്നതാണ്. മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലോക്കിൻ്റെ ആവശ്യമില്ല. കാരണം മോട്ടറിൽ തന്നെ ഒരു ലോക്ക് വരുന്നുണ്ട്, ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഒരു കാരണവശാലും തള്ളി നീക്കാനോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനോ സാധിക്കുന്നതല്ല. വീടിന് വെളിയിലേക്ക് ഈ വാഹനം വരുമ്പോൾ
ഗേറ്റ് ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ വീടിൻ്റെ ടൈൽ വർക്ക് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിനായിട്ട് അതിൽ ലൂപ്പ് സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞങ്ങൾ ലൂപ്പ് സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ വിശദീകരിക്കുന്നതാണ്. CCTV ഇൻസ്റ്റാൾ ചെയ്ത വീടുകളിൽ ലൈവായിട്ട് തന്നെ മൊബൈലിലൂടെ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു പഴയൊരു അംബാസഡർ കാറിലാണ്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ വാഹനത്തിൽ പുറത്തിന് വരുമ്പോൾ എങ്ങനെ ഗേറ്റ് തുറക്കണമെന്ന് കാണിക്കാം. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ടെക്നോളജി നമ്മൾ ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് കാണാം. മഴക്കാലത്ത് വരുമ്പോഴും അതേപോലെ നമ്മൾ പുറത്തിന് വരുമ്പോഴൊക്കെ റിമോട്ട് ഉപയോഗിച്ചിട്ടും അതേപോലെ ഫോണിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗേറ്റ് തുറക്കാവുന്നതാണ്. നമുക്കിനി ഗേറ്റ് ഓപ്പൺ ചെയ്യാം. ഈ സ്ലൈഡിംഗ് ഗേറ്റ് നമ്മളൊരു ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഗേറ്റായി കൺവേർട്ട് ചെയ്യാനായിട്ട് മോട്ടറിൻ്റെ കോസ്റ്റും അതേപോലെ അക്സസറീസും എല്ലാം കൂടെ ഒരു 40,000 റുപ്പീസിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾക്ക് ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ചെയ്ത ഓട്ടോമാറ്റിക് സ്വിംഗ് ഗേറ്റ് ഓപ്പണിങ്ങിൻ്റെ വീഡിയോ കുറേ പേര് കണ്ടിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, സെയിൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊമേർഷ്യലായിട്ട് ഈ വർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ടുമാണ് ഞങ്ങൾ ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ ഡൗട്ടും അതേപോലെ എന്തെങ്കിലും സജഷൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടിനും സജഷനും ഞങ്ങൾ കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.